ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വൻപയർ മെഴുക്കുവരട്ടിയാണ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇപ്പം ഞാനിവിടെ 1 കപ്പ് വൻപയർ കുതിർത്തതാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് തലേ ദിവസം കുതിർക്കാനിട്ടതായിരുന്നു. ഇങ്ങനെയാകുമ്പോൾ വെന്ത് കിട്ടാൻ എളുപ്പമാണ്. കുക്കറിൽ ഒരു വിസിലിന് തന്നെ നമുക്കിത് വെന്ത് കിട്ടിക്കോളും. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുതിർക്കാതെ തന്നെ നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും. പിന്നെ വെള്ളത്തിന്റെ അളവിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് അതിന്റെ കൂടെ 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി കുക്കർ അടച്ചു കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു വിസിലിന് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്ന ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്നു കൊടുക്കുക. ഇപ്പം നമ്മുടെ വൻപയറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് വീണ്ടും കത്തിച്ചതിന് ശേഷം തീ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വൻപയറിലെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളം വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോവും. ഇനി നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു 10 ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ഇടിക്കല്ലിലിട്ട് ചതച്ചെടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള 8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇനി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെയൊക്കെ കൂട്ട് നന്നായിട്ട് തന്നെ വൻപയറിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി വൻപയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.